God is good all the time. Hallelujah. ഇരിക്കാവോ? പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പെട്ടെന്ന് വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ഈ 1 മണിക്കൂർ സമയം കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രായോഗികമായ ചില ബോധ്യങ്ങൾ രൂപപ്പെടുത്താനായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ഇത് പല പ്രൊട്ടസ്റ്റന്റ് ചിന്തകരെയും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ച അധ്യായമാണ്. ഉദാഹരണത്തിന്, അമേരിക്കയിലുള്ള വളരെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്, ബൈബിൾ പണ്ഡിതന്മാരിൽ ഒരാളാണ് സ്കോട്ട് ഹാനെ പോലെയുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ കത്തോലിക്ക തിരുസഭയുടെ മാതൃവാത്സല്യത്തിലേക്ക് മടങ്ങി വരാൻ അവരെ സഹായിച്ച ഒരധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യോഹന്നാൻ 6 പരാമർശിക്കാതെ ആ ചർച്ച പൂർണ്ണമാവില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സായാഹ്ന വിചിന്തനത്തിന് യോഹന്നാൻ 6-ാം അധ്യായം എടുക്കുകയാണ്. ഞാൻ സൗകര്യത്തിനായിട്ട് യോഹന്നാൻ 6-ാം അധ്യായത്തെ 5ആയി തിരിക്കുകയാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തെ 5 ഭാഗങ്ങളായി തിരിക്കുന്നു. അറിയാവുന്ന കാര്യങ്ങളാണ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഒന്നാമത്തേത്, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. പറയാം. ഒന്നാമത്തേത്, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. പറയാവോ? രണ്ടാമത്തേത്, ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. പറയാവോ? നാട്ടുമ്പുറത്തൊക്കെ ആളുകൾ വെള്ളത്തിൻ്റെ പുറത്ത് നടക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ എന്നൊക്കെ. അതല്ല, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. മൂന്നാമത്തേത്, ഈശോ പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. മൂന്നാമത്തേത്, ഈശോ പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. നാലാമത്തേത്, കേൾവിക്കാരുടെ ഇറങ്ങിപ്പോക്ക്. നാലാമത്തേത്, കേൾവിക്കാരുടെ ഇറങ്ങിപ്പോക്ക്. അഞ്ചാമത്തേത്, ഈശോ തൻ്റെ നയം വ്യക്തമാക്കുന്നു. അഞ്ചാമത്തേത്, ഈശോ തൻ്റെ നയം വ്യക്തമാക്കുന്നു. 5 കാര്യങ്ങൾ യോഹന്നാൻ 6-ാം അധ്യായം. പെട്ടെന്ന് പറയാം. 1, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. 2, ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു. 3, ഈശോ പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. 4, കേൾവിക്കാരുടെ ഇറങ്ങിപ്പോക്ക്. 5, ഈശോ തന്റെ നയം വ്യക്തമാക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഒന്നാമത്തേത്, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. ബൈബിൾ തുറക്കുക, വായിക്കാം. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. ഉച്ചത്തിൽ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? 2 കാര്യങ്ങൾ, 2 പരാമർശങ്ങൾ ശ്രദ്ധേയമായിട്ട് എടുക്കണം. 1, യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപനം എന്ന വിവരണമില്ല. ഈശോ അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറയുന്ന വിവരണം യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. അപ്പം ആ സ്ഥാപനം ഇല്ലാത്തത് കൊണ്ട് യോഹന്നാൻ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രബോധനമായി നൽകിയിരിക്കുന്നത് ഈ അധ്യായമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന എല്ലാ അടിസ്ഥാന പ്രബോധനങ്ങളും ഈ അധ്യായത്തിൽ നിന്ന് യോഹന്നാനിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ വിശദാംശം ഇതാണ്: യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. എപ്പോഴും ഇത് ദിവ്യകാരുണ്യത്തെ
പെസഹാ ബലിയുമായിട്ടാണ് സുവിശേഷകന്മാർ എപ്പോഴും താരതമ്യപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു വിശദാംശം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇത് പെസഹാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. രണ്ടാമത്തേത്, യേശു കണ്ണുകൾ ഉയർത്തി വലിയ ഒരു ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ശ്രദ്ധിക്കുക, ഈ വലിയ ജനതതി ആരാണ്? ശ്രദ്ധിക്കുന്നുണ്ടോ? ആരാണ് ഈ വലിയ ജനതതി? പ്രത്യക്ഷമായ അർത്ഥത്തിൽ ഈ വലിയ ജനക്കൂട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ മുമ്പിൽ അപ്പോഴെത്തിയ ആളുകളാണ്. 5000 പുരുഷന്മാരെന്ന് പറയുന്നു. സ്ത്രീകളുണ്ടാവും, സ്ത്രീകളും കുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ കയ്യിലാണ് 5 ബാർലിയപ്പവും മീനും അന്ത്രയോസ് കാണുന്നത്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉണ്ട്, അവരുടെ എണ്ണം പരാമർശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും 5000 അല്ല, ഒരു 15000 പേരെ നിങ്ങൾ ഈസി ആയിട്ട് കണക്ക് കൂട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇത്രയൊക്കെ ആളുകൾ കർത്താവിനെ കേൾക്കാൻ അവിടെ ഉണ്ട്. അപ്പോ ഈ ഗലീലി കടലിന്റെ മറുവശത്ത് ആ മരുഭൂമിയിൽ കർത്താവ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇത്രയും ജനക്കൂട്ടം, അതാണ് ആ വലിയ ജനതതി എന്ന ഒന്നാമത്തെ അർത്ഥം. എന്നാൽ ആ ഒന്നാമത്തെ അർത്ഥം കൂടാതെ അതിന് രണ്ടാമതൊരർത്ഥമുണ്ട്. ആ രണ്ടാമത്തെ അർത്ഥമാണ്, ആരാണ് വലിയ ജനതതി? അത് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ച് കഴിയുന്ന നിമിഷം മുതൽ ലോകാവസാനം വരെ വാഗ്ദത്ത കാനാനിലേക്ക്, സ്വർഗീയ കാനാനിലേക്കുള്ള അവസാനം എത്തിച്ചേരുന്ന ആള് വരെ, ഈ ലോകത്തിന്റെ അവസാനം വിശ്വാസിയായി പിറന്നു വീഴുകയോ വിശ്വാസിയാവുകയോ ചെയ്യുന്ന അവസാനത്തെ ആള് വരെയുള്ള എല്ലാ മനുഷ്യരെയുമാണ് ഈ വലിയ ജനതതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈശോയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന 10,000-ഓ 15,000-ഓ ആളുകൾ മാത്രമല്ല, ദിവ്യകാരുണ്യമെന്ന മഹാത്ഭുതത്തെ ഗൗരവമായി കാണാൻ ദൈവം കൃപ കൊടുത്ത സഭ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ലോകാവസാനം വരെ ഉൾപ്പെടാൻ പോകുന്ന എല്ലാ ആളുകളെയും യേശു മുന്നിൽ കാണുകയാണ്. അങ്ങനെ പറയുന്നതിനകത്ത് തെറ്റില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗമുണ്ട്. ഒന്നാമതായി ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാൻ 17 എടുക്കണ്ട. യോഹന്നാൻ 17 ഈശോ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനം കേട്ട് നമ്മിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ ദാനിയേലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സിസ്റ്റിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഈശോ ജനതതി, വലിയൊരു ജനതതി തൻ്റെ പക്കലേക്ക് വരുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ സഭ മുഴുവൻ ലോകാവസാനം വരെ പരിശുദ്ധ കുർബാനയാകുന്ന ഈ വിഭവ സമൃദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ജനകോടികളെ യേശു മുന്നിൽ കണ്ടു. വായിക്കാം. യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ശ്രദ്ധിക്കണേ, എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ, അവനെ പരീക്ഷിക്കാനാണ്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. എന്തൊക്കെയാണ് യേശു മനസ്സിൽ കരുതിയത്? പറ. ലോകമാസകലം പടർന്ന് പന്തലിക്കാൻ പോകുന്ന സഭയെ യേശു മനസ്സിൽ കണ്ടിരുന്നു. ഓരോ അൾത്താരയിലും ബലിയർപ്പിക്കുന്ന പുരോഹിതരെ യേശു മനസ്സിൽ കണ്ടിരുന്നു. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ വേണ്ടി കഷ്ടപ്പെട്ട് വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കി അവർക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വെളുപ്പിനെ എഴുന്നേറ്റ് ഉറക്കം തികയാതെ ചെയ്തു തീർത്തിട്ട് ആ പള്ളിയിലേക്ക് ഓടുന്നൊരു വീട്ടമ്മയെ യേശു നേരത്തെ കണ്ടിരുന്നു. ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന എല്ലാ ദൈവിക സംവിധാനങ്ങളെയും യേശു നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതെല്ലാം യേശു നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് യേശു നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ച് വളർന്നിരുന്നു.
5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. എനിക്കൊരു ചെറിയ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. ഇരുന്നു. നിങ്ങൾ റിക്ലൈനിങ് ചെയർ എന്ന് കേട്ടിട്ടുണ്ടോ? റിക്ലൈനിങ്, പേടിക്കാനൊന്നുമില്ല. അതായത് ഇരുന്നിങ്ങനെ പുറം അമർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ചാരി പോകുന്ന ഒരു കസേര ഉണ്ടല്ലോ. ആ കസേരയുടെ പേരാണ് എന്ത് പേര്? റിക്ലൈനിങ് ചെയർ എന്ന് പറഞ്ഞാൽ ചാരിക്കിടക്കാവുന്ന കസേര, ചാരാവുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇങ്ങനെ പുറം അങ്ങോട്ട് അമർത്തിയാൽ നല്ല സുഖമാണ്, ചാരാം. അങ്ങനെ ചാരാവുന്ന കസേര, റിക്ലൈനിങ്. ഇവിടെ ഇരുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന വാക്ക് ഗ്രീക്കിൽ യോഹന്നാൻ എഴുതുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇരുന്നു എന്നല്ല, ചാരി കിടന്നു എന്നാണ്, റിക്ലൈൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിൽ റിക്ലൈനിങ്, ചാരി കിടന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ലോകത്തുള്ള സകല മനുഷ്യൻ്റെയും, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, എന്ത് തരാനാണ് നമ്മെ ആരാധിക്കാൻ ദൈവം വിളിച്ചത്? വിശ്രമം. വിശ്രമം. 23-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ തന്നെ പച്ചയായ ഇത് ഇവിടെ എന്താ വായിച്ചേ? അവിടെ ഇഷ്ടം പോലെ പുല്ല് തഴച്ച് വളർന്നിരുന്നു. ഇനി 23-ാം സങ്കീർത്തനം വായിക്കാം. കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് ഞാൻ വായിക്കുന്നതായിരിക്കും നല്ലത്. അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. എന്തോ? തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എന്താ എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇത്രയുള്ളോ? എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഇതിന്റെ പേരാണ് വിശ്രമം. അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. ദൈവജനത്തിന് ആരാധനയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമം ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ചുവട്ടിലാണ്, വിശുദ്ധ കുർബാനയിലാണ്. ഒരു മനുഷ്യന് വിശ്രമം, ആധിയില്ലാത്ത, ആകുലതയില്ലാത്ത, അല്ലലില്ലാത്ത, ഉത്കണ്ഠയില്ലാത്ത, വിഷാദമില്ലാത്ത, ഭാരമില്ലാത്ത, ഭയമില്ലാത്ത വിശ്രമം, റെസ്റ്റ്, ട്രസ്റ്റ്, വർഷിപ്പ്, റെസ്റ്റ്. ഈ റെസ്റ്റ് ദൈവം തരുന്നത്, പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെന്നറിയാം? ഇത് പരിശുദ്ധ കുർബാനയിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ 2011-12 കാലത്ത് അച്ഛനായിട്ട് ഒരു ആദ്യത്തെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ആദിവാസികൾ ജീവിക്കുന്നൊരു സ്ഥലത്ത് അവരുടെ കൂടെ ഒരു വീടൊക്കെ കെട്ടി അവരുടെ കൂടെ ഞാൻ താമസിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലങ്ങളിലൊന്ന് അതാണ്. അതായത് അവരുടെ കൂടെ താമസിക്കും. നല്ല രസമായിരുന്നത്. അവരെന്നെ അവരുടെ മൂപ്പനായിട്ടാണ് കണ്ടിരുന്നത്. മൂപ്പന് കൊടുക്കുന്ന എല്ലാം അവരെനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചു. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അന്ന്, ദൈവമേ, എനിക്ക് എന്നെ പിതാവ് മാറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു. കാരണം ലോകത്ത് ആർക്കും വേണ്ടാത്തൊരു പള്ളിയാണത്. അതുകൊണ്ട് അതിന് ഡിമാൻഡ് ഒന്നുമില്ല. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് മാറ്റാൻ സാധ്യതയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
എന്നാൽ ഒരു ദിവസം എന്നോട് മെയിൻ സെൻട്രൽ റോഡിന്റെ സൈഡിൽ ഒരു നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന ഗ്രീഷ്മ വേവിന് താഴെ എന്നെ നിർത്തിയിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛന് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. ഇവിടുന്ന് മാറുന്നതിനേക്കാൾ എൻ്റെ സങ്കടം എന്നെ വെച്ച പള്ളി ഏതാണെന്നറിഞ്ഞപ്പോഴായിരുന്നു. അത് വളരെ പ്രശ്നങ്ങളുള്ളൊരു പള്ളി എന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തി ചാർജ് നടത്തിയ പള്ളി, ആമ്പിളി പേരൊക്കെ ആളുകൾ വലിച്ചെറിയുന്ന പള്ളി, സ്തോത്രകാഴ്ച പാത്ര അന്തരീക്ഷത്തിലൂടെ പറന്നു കിടക്കുന്ന പള്ളി. ഇതായിരുന്നു ആ പള്ളി. മെത്രാനെ ഉച്ചവരെ പൂട്ടിയിട്ട പള്ളി, രണ്ടച്ഛന്മാരെ വൈകുന്നേരം വരെ ജലപാനം പോലും ചെയ്യിക്കാതെ അടച്ചിട്ട പള്ളി. പോരെ, ഇനി വേണോ വിവരണങ്ങൾ? ഞാൻ പറഞ്ഞു, പിതാവേ, അവര് വിളിക്കുന്ന മുദ്രാവാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നൊരു അച്ഛൻ വന്നാൽ ഒറ്റക്കാലനായിട്ട് തിരിച്ചു പോകും. എനിക്ക് 2 കാലും വേണം, എനിക്ക് 2 കാലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം കണ്ണ് നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, 10ാമത്തെ അച്ഛനോടാണ് ഞാനിത് ചോദിക്കുന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പോയി. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൊടിയ പീഡാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയ കാലമാണ്. ദോശക്കല്ലയിൽ ഒരാളെ കയറ്റിയിരുത്തിയാൽ എങ്ങനെ ഇരിക്കും? അടിയിൽ നിന്ന് തീയിട്ടിട്ട്. അതായിരുന്നു എൻ്റെ ജീവിതം. ഞാനങ്ങനെ ഏതാണ്ട് 8-9 മാസത്തോളം, ഏതാണ്ട് 1 വർഷത്തോളം വളരെയധികം വിഷമിച്ച് ഒറ്റ രാത്രി ഞാൻ സമാധാനത്തോടെ ഇറങ്ങിയിട്ടില്ല. ദേവാലയത്തിലിരുന്ന് നേരം വെളുപ്പിച്ച രാത്രികളുണ്ട്. സമാധാനമില്ല. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. വിശദീകരണങ്ങൾക്ക് നേരമില്ല. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ട സമയത്ത് എനിക്ക് ആത്മാവിൽ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി, ഏതെങ്കിലും ഒരു വൈദികനോട് എല്ലാം തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി അച്ഛന്മാരോട് ഇതൊക്കെ എൻ്റെ സ്നേഹിതരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് വൈദികൻ എന്ന് പറഞ്ഞ് ഞാൻ ഒടുവിൽ ആ വൈദികനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ മാത്യു നായ്ക്കപ്പറമ്പിൽ. ചെറുതായിട്ടൊക്കെ ഫേമസ് ആയ അച്ഛൻ, അറിയോ? ഓക്കെ. ഞാൻ ആ അച്ഛനെ ഇന്നുവരെയും വിളിച്ചിട്ടില്ല. അന്ന് ഒരു പരിചയമില്ല. എന്നെ അച്ഛനറിയില്ല. പിന്നെ അച്ഛനെ എനിക്കറിയാം, പക്ഷേ വിളിച്ചാൽ ഫോൺ എടുക്കുന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ഫോൺ വിളിച്ചു. ദൈവത്തിൻ്റെ കരുണ, അദ്ദേഹം ഫോൺ എടുത്തപ്പോൾ ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഈ സങ്കടം എല്ലാം പറഞ്ഞു. എനിക്ക് സമാധാനം ഇല്ല, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോവും, എനിക്ക് സ്വസ്ഥതയില്ല, എന്നെ സഹായിക്കണം. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ബൈബിൾ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ബൈബിൾ തുറന്നു. എന്താ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 110-ാം സങ്കീർത്തനം വായിച്ചോളാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. പുസ്തകം അടയ്ക്കാൻ പറഞ്ഞു. അടച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചത് 10-40 കൊല്ലം കരിസ്മാറ്റിക് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനല്ലേ, കണ്ണടച്ചിട്ടൊരു 10 സന്ദേശം പറയും. ആ സന്ദേശം അനുസരിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ബൈക്കിൽ നിന്ന് വീഴും, കാറിടിക്കും, മുഖം മുറിയും, മര്യാദക്കാരാവും എന്നൊക്കെയാണ് ഞാൻ ഓർത്തിരുന്നത്. എന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ്, പോയി ഇങ്ങനെ ചെയ്തോളാൻ. അവിടുന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലല്ല കരിസ്മാറ്റിക് അച്ഛൻ പ്രതികരിച്ചത്. എങ്കിലും മടങ്ങി വരുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ദൈവവചനം പറയുന്ന നാവല്ലേ, അതുകൊണ്ട് പറഞ്ഞതല്ലേ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. തിരിച്ചു വന്നു, ദേവാലയത്തിലേക്ക് വന്നു. താൽക്കാലികമായിട്ടൊരു നിത്യാരാധന ചാപ്പൽ രൂപപ്പെടുത്തി. ഇടവക്കാരും വന്നിരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. വേറെ ആരുമില്ല, ഞാനിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് വേറൊന്നും ചെയ്യാനില്ല. കാരണം മാനുഷികമായ അധ്വാനം കൊണ്ടോ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ പരിചയം കൊണ്ടോ പഠനം കൊണ്ടോ ഒന്നും ഇടവകയിൽ ഒരു വ്യത്യാസവും വരുത്തില്ല എന്ന് എനിക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാക്യങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്ന് മുതലാണ്. അവിടുന്ന് നിനക്ക് റെസ്റ്റ് തരും. റെസ്റ്റ്. ഉത്കണ്ഠ, ആകുലത, ഭയം, നിരാശ, വിഷാദം, അരിശം, സങ്കടം, ഭാരം, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഞാൻ ചുരുക്കി പറയാം, അടുത്ത 1.5 വർഷം കൊണ്ട് ഞാനൊരു ചരടി കെട്ടി ഇങ്ങനെ വലിച്ചാൽ എൻ്റെ പിന്നാലെ ശാന്തരായി നടന്നു വരുന്നൊരു ജനമായി ആ ജനം മാറുകയും ഇന്ന് ഞങ്ങളുടെ അതിരൂപതയിൽ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും സമാധാനമുള്ള പള്ളികളിൽ ഒന്നാണ് ആ പള്ളി. കർത്താവ് എല്ലാം സമാധാനത്തോടെ എല്ലാം ദൈവം ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കന്നാണ് മനസ്സിലായത്, ഇവിടെ ഇരുന്നാൽ ശാന്തമാവും.
റിക്ലൈനിങ്, പിടിയിട്ടുന്നുണ്ടോ? ദിവ്യകാരുണ്യത്തിന്റെ കാൽച്ചുവട്ടിലാണ് ദൈവമക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമം കിടക്കുന്നത്. വിശ്രമം. അപ്പൊ അവൻ അവരെ ഇരുത്തി. സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോകാം. അവൻ അവരെ ഇരുത്തി. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങൾ ശേഖരിക്കുവിൻ. ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് ഞാൻ പറയാം. അപ്പം വർദ്ധിപ്പിച്ച സംഭവം, അതിലൂടെ യേശു ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. ശ്രദ്ധിക്കുക. അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലൂടെ യേശു ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിൽ തന്നാൽ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ള വിധത്തിൽ എനിക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും. സമ്മതിക്കാവോ? സമ്മതിക്കാവോ? അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലൂടെ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ പരമപ്രധാനമായ സത്യം, നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിൽ വെച്ച് തന്നാൽ ഞാൻ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ രൂപാന്തരപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അത് വിട്ടു, നേരമില്ല, വേഗം പോവാം. രണ്ടാമത്തേത്, യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു. ഞാൻ സമയക്കുറവുണ്ട്, പരാമർശിച്ചു പോകാം, നിങ്ങൾ കുറിച്ചു വെച്ചോ. ജോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തിരമാലകളെ ചവിട്ടി മെതിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ജോബിന്റെ പുസ്തകം 9-ാം അധ്യായം. തിരമാലകളെ, ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു. അടുത്ത വാക്യം, അവിടുന്ന് തന്നെ കടന്നു പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവത്തിലൂടെ യേശു ലോകത്തോട് പറയുകയാണ്, ജോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലും പഴയ നിയമത്തിലും തിരമാലകൾക്ക് മീതെ നടന്നു പോകുന്ന, നമ്മെ കടന്നു പോകുന്ന ദൈവമാണ് ഞാൻ. ഈശോ പറയുന്നുണ്ട് ആ ഭാഗത്ത്, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഞാനാണ്, ഭയപ്പെടേണ്ട. ഏഗോ എയ്മി, ഐ ആം, ഐ ആം എന്ന് പറഞ്ഞാൽ, മോശ പണ്ട് ദൈവത്തിന്റെ പേര് ചോദിച്ചു, നീ ആരാണ്? ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവൻ ആകുന്നു. അന്ന് മോശയോട് പേര് വെളിപ്പെടുത്തിയ ഇസ്രായേലിന്റെ ദൈവം താനാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ഞാനാകുന്നു, ഐ ആം. താൻ ദൈവമാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ഈ രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ, വെള്ളത്തിന് മീതെ നടന്ന അത്ഭുതത്തിലൂടെ യേശു ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു അപ്പം തന്നാൽ എനിക്ക് അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റുന്നത് പോലെ എനിക്ക് എൻ്റെ ശരീരത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും. എന്താണ്? ഇപ്പം ഞാൻ വെള്ളത്തിൽ നടന്നാൽ ഞാൻ താണുപോകും, പാമ്പളാനി പിതാവ് നടന്നാലും താണുപോകും, സിസ്റ്റർ നടന്നാലും താണുപോകും, ആര് നടന്നാലും താണുപോകും. എന്നാൽ ഈശോ നടന്നപ്പോൾ വെള്ളത്തിൽ താണുപോയില്ല. അതേ വെള്ളത്തിൽ പത്രോസ് അല്പസമയം കഴിയുമ്പോൾ താഴ്ന്ന് നമ്മൾ കാണും. അപ്പോൾ വെള്ളത്തിനല്ല മാറ്റം വന്നത്, പിന്നെന്തിനാണ് മാറ്റം വന്നത്? യേശുവിൻ്റെ ശരീരത്തിനാണ് മാറ്റം വന്നത്. യേശു വെള്ളത്തിൽ താണില്ല എന്ന് പറഞ്ഞാൽ, വെള്ളത്തിന് മീതെ നടന്നു എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം യേശു പ്രഖ്യാപിക്കുകയാണ്, വെള്ളത്തിൽ താഴ്ന്നു പോകാത്ത വിധത്തിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ കഴിയും. സമ്മതിക്കാവോ? അപ്പൊ ഒന്നാമത്തെ അത്ഭുതത്തിലൂടെ യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്ക് അപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും. രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ യേശു പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് ലേശ സാധ്യതയില്ലാതെ, സംശയത്തിന് ഒരു വകയില്ലാതെ ഈശോ ശിഷ്യന്മാർക്ക് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, വെളിപ്പെടുത്തി, പ്രദർശിപ്പിച്ച്, കാണിച്ചു കൊടുത്തിട്ടാണ് അന്ത്യത്താഴമേശയിൽ ഈശോ ഈ അപ്പം എടുത്തിട്ട് പറയുന്നത്, ഇതെന്റെ ശരീരം. നൺ ഓഫ് ദ ഡിസൈപ്പിൾസ് ഇൻക്ലൂഡിങ് ജൂഡാസ് ഇസ്കറിയറ്റ് ഡൗട്ടഡ്. ഒറ്റ അപ്പസ്തോലൻ പോലും, യൂദാസ് കറിയോത്ത ഉൾപ്പെടെ ഒറ്റ അപ്പസ്തോലൻ പോലും തിരിച്ചൊരു മറുചോദ്യം ചോദിച്ചില്ല, എങ്ങനെ ഈ അപ്പം നിന്റെ ശരീരമാവുന്നു ചോദിച്ചോ? എന്താ കാര്യം? അപ്പത്തിലും ശരീരത്തിലും തനിക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ലോകസമക്ഷം തെളിയിച്ചിട്ടാണ് യേശു പറഞ്ഞത്, ഈ അപ്പം എൻ്റെ ശരീരം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെന്ന് ഭക്തിയോടെ ഈശോയുടെ മുമ്പിൽ നിന്ന് നാവ് നീട്ടി കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളോട് പറയണം, ഞാൻ സ്വീകരിക്കുന്നത് ഒരു ഗോതമ്പപ്പമല്ല, ഞാൻ സ്വീകരിക്കുന്നത് ഒരു ജീവനുള്ള വ്യക്തിയെയാണ്, ഒരു ജീവനുള്ള വ്യക്തിയെ. എൻ്റെ കർത്താവ് ഈശോ മിശിഹാ ജീവനോടെ, സഭ പറയുന്നത് എങ്ങനെയാണ്? അവൻ്റെ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം. പറയാവോ?
ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ദൈവം, സമ്പൂർണ്ണ മനുഷ്യൻ യേശു ക്രിസ്തു സമ്പൂർണമായി ജീവനോടെ നമ്മിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഈശോ പറയുകയാണ്. അപ്പൊ ആദ്യത്തെ 2 ഭാഗങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തേത്, ഈ 2 സംഭവങ്ങൾ, ഈ അത്ഭുതങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈശോ തന്റെ കേൾവിക്കാരോട് കഫർനാമിലെ സിനഗോഗിൽ വെച്ച് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അല്ലേ? നമ്മൾ പാടുന്നില്ലേ കുർബാനയില്? സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുവവൻ സ്വർഗം. അതാണിത്. ഈശോ പറയാണ്, അവൻ നിത്യജീവൻ അവകാശമാക്കി മാറ്റും. ഈശോ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഒത്തിരി കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് പറയാം. നിങ്ങൾ നല്ല കേൾവിക്കാരാണ്, അതുകൊണ്ട് എനിക്ക് വേഗം പറയാം. ഇത് കേട്ടോ, എന്തുണ്ടാവുമെന്നാ പറഞ്ഞേ? ജീവൻ. ജീവൻ. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവത്തുള്ളൂ. എന്താണ് ഈ ജീവൻ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താ ഈ ജീവൻ? തീർച്ചയായിട്ടും നമുക്ക് പറയാം, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. അത് മാത്രമല്ലത്. ഈശോ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്താണ്? ആ ജീവൻ, ആ ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. കേട്ടാ മതി. വചനം ദൈവമായിരുന്നു. ബാക്കി പറ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ വാക്യം ഒന്നറക്കെ പറ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് യോഹന്നാൻ പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇവിടുന്ന് തോമാപുരത്തുനിന്ന് പയ്യന്നൂരേക്ക് പോവാണ് എന്ന് വിചാരിച്ചോ. പോകുമ്പോൾ ബസ്സിനാണ് പോകുന്നത്. ഞാൻ ഇവിടുന്ന് ഫോൺ വിളിച്ച് നാട്ടിലുള്ള എൻ്റെ അമ്മയോട് പറയാണ്, അമ്മ ഞാൻ തോമാപുരത്തുനിന്ന് പയ്യന്നൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്ത് ഒരു വലിയ സെക്കുകാരൻ, തലപ്പാവൊക്കെ കെട്ടി കൃപാണൊക്കെ ധരിച്ച് വലിയ സൈസുള്ള ഒരാൾ എൻ്റെ ഇടതുവശത്ത് ഇരിപ്പുണ്ടമ്മ, അയാൾക്ക് ജീവനുണ്ടമ്മ. എന്തൊരു കോമഡി ആയിരിക്കും അത്. അതായത് ജീവിച്ചിരുന്ന ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, കുറച്ച് നാൾ മുമ്പ് ജീവിച്ചിരുന്ന 10-60 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ, ഈ കാലത്ത് ജീവിച്ചു മരിച്ച ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ യോഹന്നാൻ പറയാണ്, അവന് ജീവനുണ്ടായിരുന്നു. അവന് ജീവനുണ്ടായിരുന്നേ ഞങ്ങൾക്കറിയാന്ന്. അപ്പൊ വായനക്കാർ ആ പോയിന്റിൽ എത്തുമ്പോൾ തട്ടി നിൽക്കും. അങ്ങനെ നമ്മൾ തട്ടി നിൽക്കുന്ന സമയത്ത് തട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി വായനക്കാരന് അടുത്ത വാക്യത്തിലേക്ക് പോകാൻ വേണ്ടി യോഹന്നാൻ ഒരു ക്ലൂ തരും. ആ ക്ലൂ ആണ്, ആ ജീവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവനല്ല, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം പരത്തുന്ന ഒരു ജീവൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി വേഗം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു 5-6 ഉദാഹരണം എൻ്റെ തലേനുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, വേഗം മനസ്സിലാൻ വേണ്ടി. അതായത് ഈ നമ്മുടെ ആകാശപ്പറവകൾ ഒക്കെ തുടങ്ങിയ അച്ഛനുണ്ടല്ലോ, കുറ്റിക്കലച്ഛൻ, കേട്ടിട്ടുണ്ടോ? അല്ല ഇപ്പൊ കേട്ടോ, കുറ്റിക്കലച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. നമ്മുടെ സഭയിലെ നല്ലൊരു അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു ട്രെയിനെ കയറി കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു സ്ത്രീ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ അറഞ്ചം പുറഞ്ചം, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. അച്ഛൻ ഇങ്ങനെ വലിയ താടിയൊക്കെ ആയിട്ട് കാവ്യൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ദയാദാക്ഷിണ്യമില്ലാതെ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ ആളുകളൊക്കെ വല്ലാതെ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. നാണക്ക് പൊതു സമക്ഷമല്ലേ. അച്ഛനിങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇത് കേട്ടിട്ട് വളരെ ആയാസപ്പെട്ട്, ഈ 2 സീറ്റിനിടയിൽ എന്തോ ഒരു സ്ഥലം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതിനിടയിലോട്ട് മുട്ടുകുത്തി ഈ സ്ത്രീയുടെ കാലയിലോട്ട് പിടിച്ചു കുനിഞ്ഞ് അവരുടെ കാല് ചുംബിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ.
ദ ഹോൾ കമ്പാർട്ട്മെന്റ് വാസ് ഫ്രോസൺ. നിശ്ചലമായി. സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. പക്ഷെ ആ കമ്പാർട്ട്മെന്റില് ഈ അച്ഛൻ കാണിച്ച ഈ പ്രവൃത്തിയിലൂടെ ഒരു വെളിച്ചം ഉണ്ടായോ? ആ വെളിച്ചത്തിന്റെ പേരാണ് ജീവൻ. ലോകം പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറാൻ സഹായിക്കുന്ന, വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു ഉയർന്ന ജീവൻ, എ ഹയർ ലൈഫ്. മനസ്സിലാവുന്ന ജീവൻ എന്താണ്? ഉയർന്ന ജീവൻ. സാധാരണക്കാരുടെ ജീവനല്ലത്, ഉയർന്ന ഒരു ജീവൻ. അതാ ഈശോ പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹയർ ലൈഫ്. അടിക്കുന്നവനെ തിരിച്ചടിക്കാൻ PhD എടുക്കേണ്ട കാര്യമുണ്ടോ? ചീത്ത വിളിക്കുന്നവനെ തിരിച്ച് ചീത്ത വിളിക്കാൻ ഡിഗ്രി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന് 10 വർഷത്തെ ഫോർമേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. വ്യത്യസ്തമായി പെരുമാറാൻ സാധാരണ മനുഷ്യരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ജീവൻ പോരാ, അതിനൊരു ഉയർന്ന ജീവൻ വേണം. പിടികിട്ടുന്ന എന്താ ജീവൻ? ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അർദ്ധനഗ്നനായ ഒരു ഫക്കീർ, ഒരു ഊന്നുവടിയും ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൂനിക്കൂടി നടന്ന ഒരു വൃദ്ധൻ തന്റെ ധാർമ്മിക നിലവാരത്തിന്റെ ഉയർന്ന ബോധം കൊണ്ട് ഒരു സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചത് ഒറ്റയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയ. ഹയർ ലൈഫ്. സാധാരണ മനുഷ്യര് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന രീതിയിൽ പെരുമാറാനുള്ള കഴിവ് കൂടിയാണ് ഈ ജീവൻ. ഈശോ പറയാണ്, കേൾക്കണേ, നിങ്ങളുടെ ഈ ശരീരത്തിലെ ജീവൻ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റില്ല. അതാണ് ഈശോ പറയുന്നത്. ആ ഭാഗത്ത് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ജീവൻ പുറത്തു വരില്ല. ഈ ശരീരത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു അടി അടിച്ചാൽ ഉടനെ അവനെ അടിക്കാൻ എൻ്റെ കൈ പൊങ്ങുമോ? അതിനിപ്പോ എന്നാ ധ്യാനപുരമാണെന്ന് പറഞ്ഞാലും പൊങ്ങും. ഇതിനോടോ അടിച്ചെന്ന്. എന്നാൽ അവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ വേറൊരു ജീവൻ വേണം. ആ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ ശരീരത്തിന് കഴിവില്ല. അതാ ഈശോ പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ കുർബാനയെ കുറിച്ച്, എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ ആ വാക്കുകളിൽ നിന്നാണ് എന്തുണ്ടാവാൻ പോണത്? ജീവൻ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സിസ്റ്ററിന് മനസ്സിലായോ? അതായത് ഈ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്ന, ഈശോ വിഭാവനം ചെയ്യുന്ന ഒരു ജീവൻ ഉണ്ടാവത്തില്ല. അതിനുള്ള കപ്പാസിറ്റി ഈ ബോഡിക്കില്ല. കാരണം അടിക്കുന്നവനെ തിരിച്ചടിക്കാനും, ചീത്ത വിളിക്കുന്നവനെ തിരിച്ച് ചീത്ത വിളിക്കാനും, ഉപദ്രവിക്കുന്നവനെ തിരിച്ച് ഉപദ്രവിക്കാനുമാണ് ഇതിന്റെ സ്വാഭാവിക സഹജമായ വാസന. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ അഷ്ടഭാഗ്യങ്ങളിൽ പറഞ്ഞതുപോലെ, ഞാൻ സുവിശേഷ ഭാഗ്യങ്ങളിൽ പറഞ്ഞതുപോലെ, ഞാൻ മത്തായി 5, 6, 7 പറഞ്ഞതുപോലെ, വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ അതിന് വേറൊരു ജീവൻ വേണം. ആ ജീവൻ തരാൻ ഈ ശരീരത്തിന് കഴിവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ ഉണ്ടാവാത്തോണ്ട് എന്റെ ശരീരം ഞാൻ തരാം. പറഞ്ഞ ഹല്ലേലൂയ. പിടികിട്ടിയോ? ഈ ശരീരത്തിൽ, നിങ്ങളുടെ ഈ ശരീരത്തിൽ നിന്ന്, ഈ പൊട്ട ശരീരത്തിൽ നിന്ന് ആ ജീവൻ ഉണ്ടാവാത്തോണ്ട് അങ്ങനെ ഉയർന്ന ജീവൻ ജീവിക്കാൻ, ഉയർന്ന ജീവിതം ജീവിക്കാൻ എന്റെ ശരീരം, എന്റെ രക്തം ഞാൻ തരാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയുന്നുണ്ട് അതിനകത്ത്, എന്റെ ശരീരം ഭക്ഷിക്കുക, എന്നിൽ എന്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതെങ്ങനെയാ? ഇപ്പൊ നമ്മൾ പോയി കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിൽ വസിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മളെങ്ങനെ അവനിൽ വസിക്കുന്നു? സിസ്റ്ററെ, നേരമില്ല, അല്ല ഞാൻ വന്ന് ചോദിച്ചേനെ സിസ്റ്ററിനോട്. അതായത് എങ്ങനെയാ പറഞ്ഞേ? നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോ ചോദ്യം മനസ്സിലായോ അമ്മച്ചിയെ? മനസ്സിലായോ അമ്മച്ചി? ചോദ്യം മനസ്സിലായോ? നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളിലേക്ക് വരും. അത് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്റെ ശരീരം ഭക്ഷിക്കാൻ, രക്തം പാനം ചെയ്യുന്നവൻ
ആ ചെയ്യുന്നവന് അവനിൽ ഞാൻ വസിക്കും. ഈശോ നമ്മളിൽ വന്നു, അത് നമുക്ക് മനസ്സിലാവും. എൻ്റെ സംശയം, നമ്മളെങ്ങനെയാണ് അവനിൽ പോകുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കത് ഒരിക്കലും മനസ്സിലായത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ്. അതിങ്ങനെയാണ്. പന്നി പുല്ല് തിന്നുന്നു. പന്നി പുല്ല് തിന്നുവോ? തിന്നുമായിരിക്കും അല്ലേ? തിന്നുവോ? ഇല്ലേ? അന്ന് ഈ പന്നി പുല്ല് തിന്നുന്ന പന്നിയാണ്. അപ്പൊ പന്നി പുല്ല് തിന്നുന്നു. പന്നി വേണ്ട, പശു പുല്ല് തിന്നുന്നു. പശു പുല്ല് തിന്നു. അപ്പൊ പുല്ല് തിന്നു കഴിയുമ്പോ പശു പുല്ല് തിന്നു കഴിയുമ്പോ ഇനി പുല്ലെന്തേ? പുല്ലെന്തി പുല്ലെന്തിന്ന് ചോദിച്ചപ്പോ സിസ്റ്റർ പറഞ്ഞു പുല്ല് പശുവായിട്ട് മാറിയെന്ന്. ഇല്ലേ? സത്യമല്ലേ ഇത്? പുല്ല് പശുവായിട്ട് മാറി. ആ പശുവിനെ തോമാപുരത്തെ നമ്മൾ തിന്നു. പശു എന്തിയേ? പശു പോൾസനായിട്ട് മാറി. അപ്പൊ പശു പുല്ല് തിന്നപ്പോ പുല്ല് പശുവായി, പശുവിനെ നമ്മൾ തിന്നപ്പോ പശു നമ്മളായി. സമ്മതിക്കാവോ? ഇത് സാധാരണ ഒരു ബയോളജിക്കൽ ട്രൂത്താണിത്. ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. താഴ്ന്ന ജീവൻ ഉയർന്ന ജീവനിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. സമ്മതിക്കാവോ? അങ്ങനെ സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ അത് ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. പശു പുല്ല് തിന്നപ്പോ പുല്ല് പശുവായി, തോമ പശുവിനെ തിന്നപ്പോ പശു തോമയായി. ഇനി തോമ പോയി കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ചപ്പോ ഈശോയെ ഭക്ഷിച്ചു. ഹയർ ലൈഫ് ഏതാ? തോമയുടെ ലൈഫാണോ ഈശോയുടെ ലൈഫാണോ? അപ്പൊ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് തോമ ഈശോയായി മാറി. ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരിക മാത്രമല്ല, നിങ്ങൾ ഞാനാവുകയും ചെയ്യും. നിങ്ങൾ എന്നെപ്പോലാവും. നിങ്ങൾ എൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ഈശോയെ നീ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നീ ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, നീ സഹിച്ച പോലെ സഹിക്കാൻ പറ്റുന്നില്ല, നീ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, നീ എളിമപ്പെട്ട പോലെ എളിമപ്പെടാൻ പറ്റുന്നില്ല. എന്താ വഴി? പോയി ഈശോയെ സ്വീകരിക്കുക, ആ ഈശോയുടെ സഹായത്തോടെ അത് നിർവഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈശോ പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും. നാലാമത്തേത് കേൾവിക്കാർ ഇറങ്ങിപ്പോകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റിട്ട് ഓരോരുത്തരായി ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവർ പറഞ്ഞ വാചകം ഇതാണ്. ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് കഴിയും? ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് കൂട്ടമായി അവർ ഇറങ്ങിപ്പോയി. എന്നെ ശ്രദ്ധിക്കുക, കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ, യേശുവിന്റെ ഹൃദയം കാണാതെ പോയ ഒരാടിനെ തെരഞ്ഞ് 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ഒരാടിനെ തെരഞ്ഞു പോകുന്ന ഇടയനാണ് യേശു. ആ യേശുവിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ പോലും കർത്താവ് അവരെ തേടി ചെല്ലും. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ദയാദാക്ഷിണ്യമില്ലാതെ യേശുവിന്റെ കൺമുമ്പിൽ നിന്ന് അവന്റെ പ്രസ്താവന ഗ്രഹിക്കാനാവാത്ത വിധം കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുത്തും പരാതിപ്പെട്ടും കൂട്ടമായി ഇറങ്ങിപ്പോകുമ്പോൾ യേശു ഒരൊറ്റയാളെ പോലും തിരിച്ചു വിളിച്ചില്ല എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ നിന്നവരോട് പോലും പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളും പൊക്കൊള്ളുക. അപ്പൊ ചോദിക്കണം, അതെന്തുകൊണ്ടാണ്? ആർദ്രമായ ഒരു മാതൃഹൃദയം പോലെ ഇറങ്ങിപ്പോകുന്നവരുടെ പിന്നാലെ അലയാൻ തിടുക്കം കൂട്ടുന്ന നിന്റെ സ്നേഹഹൃദയം എന്തുകൊണ്ടാണ്? ആയിരങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് നിന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണമെന്ന പ്രസ്താവന ഗ്രഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് കൂട്ടമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ നീ എന്തുകൊണ്ടാണ് തിരികെ വിളിക്കാതിരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചാൽ ഈശോ മറുപടി പറയും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം എന്ന വിഷയം മനസ്സിലാകാത്ത ആരും തന്നെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവർ പോകുന്നതാണ് നല്ലത്. സഭാചരിത്രത്തിലെ സഭാഗാത്രത്തിലെ ആദ്യത്തെ വിഭജനം 3-ാം നൂറ്റാണ്ടിലല്ല, 5-ാം നൂറ്റാണ്ടിലല്ല, 15-ാം നൂറ്റാണ്ടിലല്ല,
സഭാഗാത്രത്തിലെ ആദ്യത്തെ വിഭജനം യോഹന്നാന്റെ സുവിശേഷം 66-ാം അധ്യായത്തിന്റെ 60-ാമത്തെ വാക്യം മുതലാണ്. ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാര് അവനെതിരെ പിറുപിറുത്തിട്ട് ഇറങ്ങിപ്പോവാൻ തുടങ്ങി. സഭയിൽ നിന്ന് കുർബാന മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ്, അവന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണമെന്ന അടിസ്ഥാന പ്രബോധനം മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇറങ്ങിപ്പോകുമ്പോ യേശു തിരിച്ചു വിളിച്ചില്ലെന്ന് മാത്രമല്ല, ഊണിലും ഉറക്കത്തിലും നിഴല് പോലെ നിതാന്തമായി പിന്നാലെ അലഞ്ഞ അവന്റെ 12 പേരോട് അവൻ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളും പൊക്കൊള്ളുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. കേൾവിക്കാര് ഇറങ്ങിപ്പോകുമ്പോ 5-ാമത്തേത് ഈശോ തന്റെ നയം വ്യക്തമാക്കുന്നു. ലോകത്തുള്ള സകല മനുഷ്യരും ഇത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയാലും ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ആദ്യ ഭാഗം എന്ന് പറഞ്ഞാല്, കർത്താവ് ഈശോ മിശിഹായ്ക്ക് ഈ വിഷയത്തില് ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, കർത്താവ് ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളാണ് എന്നാണ് യോഹന്നാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. ഇനി അടുത്തത്, നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ഈശോയെ ആരാധിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രായോഗികമായിട്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ട ചില ബോധ്യങ്ങളുണ്ട്. ഞാൻ 2-3 തലങ്ങൾ പെട്ടെന്നൊന്ന് സ്പർശിച്ചു പോകാം. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ഇത്രയും വിലയുള്ളതായി കാണേണ്ടത്? ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതായത്, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ഇത്രയും ഗൗരവമായി കാണേണ്ടത്? അതിനെനിക്ക് മനസ്സിലായിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറയാം. അതായത്, ഇങ്ങനെ വിചാരിക്കുക, ഒരു ഉദാഹരണം. എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ, എനിക്കൊരു 100 രൂപ തരാമോ? ഞാൻ അയാളോട് പറയുന്നു, 100 രൂപ, 500 രൂപ തരാം. നീ എൻ്റെ സ്നേഹിതനല്ലേ, നിനക്ക് നീ ആവശ്യക്കാരനല്ലേ, 500 തരാടാ. അവൻ പറയുന്നു 500 വേണ്ട, 100 മതി. ഞാൻ പറയുന്നു, ഏട്ടാ എൻ്റെ 5000 ഉണ്ടടാ, ഞാൻ 500 തരാം. അപ്പൊ അവൻ പറയുന്നില്ല, എനിക്ക് 100 മതി എന്ന് പറഞ്ഞ് 100 രൂപ അവൻ വാങ്ങി. എനിക്ക് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കാനാണ്, സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് വാങ്ങുന്നു. ഇത് കണ്ട് മറ്റൊരാൾ, ഞാൻ ഈ 100 രൂപ കൊടുത്ത സ്നേഹിതനെക്കാളും ആഴത്തിൽ എനിക്ക് ആത്മബന്ധമുള്ള മറ്റൊരാൾ എന്നോട് വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, അച്ഛാ, അച്ഛൻ്റെ വലത്ത് കൈ മുറിച്ചു തരാമോ? ഞാൻ പറയുന്നു, നീ തമാശ പറയുകയാണോ? അപ്പൊ അയാൾ പറയുന്നല്ല, അച്ഛാ, എനിക്ക് അച്ഛൻ്റെ വലത്ത് കൈ മുറിച്ചു തരാമോ? ഞാൻ പറയുന്നു, എടാ, വലത് കൈ മുറിച്ചു തന്നാൽ പിന്നെ എനിക്ക് വേറെ വലത് കൈ ഇല്ലല്ലോ. ഇല്ലല്ല അച്ഛാ, എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ താച്ചാ, ഞാനത് അച്ഛനോട് സ്നേഹം കൊണ്ട് ഒരു തർക്കത്തിന് സമ്മതിക്കാൻ, അല്ലെ ഒരു ഉദാഹരണത്തിന് സമ്മതിക്കാൻ ഞാൻ ഈ കൈ മുറിച്ചു കൊടുത്തെന്ന് വിചാരിക്കുക. ഈ 100 രൂപ വാങ്ങിയവനും എൻ്റെ കൈ മുറിച്ചുകൊണ്ട് പോയവനും കൃതാർത്ഥനായിട്ട് നടന്നു പോകുന്നത് അതേ കൃതാർത്ഥതയോടെ ഞാൻ നോക്കി നിൽക്കുകയാണ്, സംതൃപ്തിയോടെ ഞാൻ കാണുകയാണ്. ഈ 100 രൂപ വാങ്ങിയവൻ അത് പല കഷണങ്ങളായി കീറി ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു കളിക്കുന്നു. എൻ്റെ കൈപ്പത്തി മുറിച്ചുകൊണ്ട് പോയവൻ അതിനേക്കാൾ ആഹ്ലാദത്തോടെ ഒരു കത്തിയെടുത്ത് എൻ്റെ കൈ ഇങ്ങനെ പല കഷണങ്ങളായി അരിഞ്ഞ് അതും വായുവിലേക്ക് വിതറും. ചോദ്യം ഇതാണ്, 100 രൂപ വാങ്ങിക്കൊണ്ടുപോയി പാഴാക്കി കളഞ്ഞവനോടാണോ, കൈപ്പത്തി മുറിച്ചുകൊണ്ട് പോയി പാഴാക്കി കളഞ്ഞവനോടാണോ, ആരോടാണ് എനിക്ക് സങ്കടവും ദുഃഖവും ദേഷ്യവും ഒക്കെ തോന്നാൻ സാധ്യതയുള്ളത്? ഉത്തരം വളരെ ലളിതമാണ്, കൈ കൊണ്ടുപോയവനോടാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കണം, എന്തുകൊണ്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, എനിക്ക് ഈ വലത്ത് കൈക്ക് പകരം വേറൊരു വലത്ത് കൈ ഇല്ല. ഇത് മുറിച്ചെടുക്കാൻ ഞാൻ നല്ലതുപോലെ നൊന്തിട്ടാടാ ഞാനിത് മുറിച്ച് നിനക്ക് തന്നത്. ഇത് മുറിക്കുമ്പോഴും മുറിച്ചതിന് ശേഷവും ഞാൻ അതിനെ പ്രതി ഒത്തിരി നൊന്തിട്ടുണ്ടടാ, അങ്ങനെയാണ് നിനക്ക് തന്നത്. എൻ്റെ വലത് കൈ മുറിച്ചുകൊണ്ട് പോയവനോടാണ് എനിക്ക് വേദനയും സങ്കടവും തോന്നാൻ സാധ്യതയുള്ളത്. കാരണം ഈ വലത് കൈക്ക് പകരം മറ്റൊരു വലത് കൈയില്ല. ഇത് കൊടുക്കാൻ ഞാൻ ഒത്തിരി നൊന്തതാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഇത്രയും വിലപ്പെട്ടതായി മാറുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്, ഈശോ ഇത്രയും വേദന സഹിച്ച് മറ്റൊരു സമ്മാനം ലോകത്തിന് തന്നിട്ടില്ല. ഇതിനേക്കാൾ വേദന സഹിച്ച് മറ്റൊരു സമ്മാനം ഈശോ ലോകത്തിന് സമ്മാനിച്ചിട്ടില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാൻ
യേശുവിന് തൻ്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. 5 അപ്പം 5000 വർദ്ധിപ്പിക്കുന്നതിനോ, അന്ധന്റെ കണ്ണിലേക്ക് കാഴ്ചയുടെ തിരിവെളിച്ചം കൊളുത്തുന്നതിനോ, ബധിരന്റെ കാതുകളിൽ ശ്രവണം സാധ്യമാക്കുന്നതിനോ, മുടന്തനെ മാനിനെ പോലെ കുതിച്ചു പായാൻ ഇടയാക്കുന്നതിനോ, വെള്ളത്തിനു മീതെ നടക്കുന്നതിനോ, അപ്പം വർദ്ധിപ്പിക്കുന്നതിനോ ഒന്നും യേശു സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. പഴയ നിയമത്തിലും ഇതേ അത്ഭുതങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അതായത് വീട്, വാഹനം, ജോലി, അഭിവൃദ്ധി, സാമ്പത്തിക പുരോഗതി, ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം തന്നെ പഴയ നിയമകാലത്തെ ജനതയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോയുടെ വരവോടുകൂടി മാത്രം നമുക്ക് ലഭിക്കുന്നതും പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നതുമായ ഒരേ ഒരു അനുഗ്രഹമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന അനുഗ്രഹം. പഴയ നിയമത്തിലെ ഒരനുഗ്രഹവും തരാൻ ഈശോയ്ക്ക് സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ കർത്താവ് ഈശോ മിശിഹ സ്വന്തം ശരീരത്തിൽ ആവോളം ഒരു മനുഷ്യന് സാധ്യമാകുന്നതിൽ വെച്ച് പരമാവധി വേദന, ഉഗ്രമായ, കഠിനവും കഠോരവുമായ വേദന സഹിച്ച് നമുക്ക് തന്ന സമ്മാനമാണ് കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ. ഈശോ മിശിഹ കാലിത്തൊഴുത്തിന്റെ അനാഥത്വങ്ങളിലേക്ക് പിറന്നു വീണത് കുർബാനയാവാനാണ്. ഈജിപ്തിന്റെ പലായനത്തിന്റെ മണ്ണിലേക്ക് അമ്മയുടെ മാറുപറ്റി -ഡിഗ്രി ഊഷ്മാവിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന മലമ്പ്രദേശത്തു കൂടി അമ്മയുടെ മാറുപറ്റി കിടന്നൊരു ഓമന കുഞ്ഞ് അഭയാർത്ഥികളുടെ കണ്ണീരുണങ്ങാത്ത മണ്ണിലേക്ക് പലായനം ചെയ്തത് കുർബാനയാവാനാണ്. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന പ്രവാചക വചനത്തെ അന്വർത്ഥമാക്കുമാർ ഒടുവിൽ നസറത്തിലേക്ക് മടങ്ങിയെത്തുമ്പോ മാതാപിതാക്കൾക്ക് വിധേയനായി 30 കൊല്ലം അനുസരണത്തോടും വിധേയത്വത്തോടും കൂടി ഈശോ ജീവിച്ചത് കുർബാനയാവാനാണ്. അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുവെന്ന് അവന്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തെ സുവിശേഷകന്മാർ സംഗ്രഹിക്കുമ്പോ അവൻ അങ്ങനെ നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ്. ഒടുവില് പാനപാത്രം കണ്ണീരായി പെയ്തിറങ്ങിയ സന്ധ്യയിൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ച് അപ്പമെടുത്തും പാനപാത്രം എടുത്തും ഉയർത്തി എൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് സങ്കടം ഒരു ചില്ലുമഴ പോലെ പെയ്തിറങ്ങിയ ആ സന്ധ്യയിൽ തൻ്റെ ശരീരരക്തങ്ങൾ കുരിശിൽ നേദിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പായി ശരീരരക്തങ്ങൾ സമ്മാനിക്കുന്നത് കുർബാനയാവാനാണ്. ഗത്സമൻ തോട്ടത്തിൽ ഒലിവുമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് ഇടനെഞ്ചു പൊട്ടി അപ്പന്റെ സ്നേഹിക്കുന്ന നാമം വിളിച്ച് അപ്പാ എന്ന് വിളിച്ച് കരഞ്ഞത് കുർബാനയാവാനാണ്. സമയമായിരിക്കുന്നു പോകാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും മറുകൈയിൽ മാരകായുധങ്ങളുമായി പട്ടാളക്കാർ നടന്നു വരുമ്പോൾ അവർക്ക് മുമ്പിലായി ഒരേ പായയിൽ ഉറങ്ങുകയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ സ്വപ്നങ്ങൾ പങ്കിടുകയും ചെയ്ത ശിഷ്യന്മാര് 12 പേരിൽ ഒരാൾ ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് സ്നേഹത്തിന്റെ ചുടുചുംബനം കൊടുത്ത് അവനെ ഒറ്റിക്കൊടുക്കുമ്പോ സ്നേഹിത ചുംബനം കൊണ്ടാണോ നിന്റെ ഗുരുവിനെ നീ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ വിചാരണ സ്ഥലത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടത് കുർബാനയാവാനാണ്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്തുകൂടാ എന്ന് അലിഖിത നിയമമുണ്ടായിരുന്ന യഹൂദന്റെ 4 കോടതികളാണ് ഒരു രാത്രിയിൽ യേശുവിനെ വിചാരണ ചെയ്തത്. അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും പീലാത്തോസിന്റെയും ഹെറോദിന്റെയും കോടതി മുറികളിൽ നീചനും നിന്ദിനും നഗ്നനും നാണം കെട്ടവനുമായി നിസ്സഹായനായി ഒരക്ഷരം പോലും ഉരിയാടാനാവാതെ വേദനിച്ചും തപിച്ചും ദുഃഖിച്ചും തകർന്നു നിന്നത് കുർബാനയാവാനാണ്. ആ രാത്രിയിൽ അവനെ ഇട്ടിരുന്നൊരു കിടങ്ങ് ജെറുസലേമിൽ ഇപ്പോഴുമുണ്ട്. വിശുദ്ധ നാട്ടിൽ ചെല്ലുന്നവർക്ക് കാണാം, അതിനകത്ത് ഇറങ്ങാം. കപ്പിയിൽ കയറ് കെട്ടി വെള്ളം കോരാൻ തൊട്ടിയിറക്കുന്നത് പോലെ ഈ 33കാരനെ ദേഹമാസകലം പ്രകരമേറ്റ ഈ മനുഷ്യനെ ഈ കപ്പിയിൽ കെട്ടി താഴേക്കിറക്കി ആ കിടങ്ങിലിട്ട് ആ രാത്രി മുഴുവൻ അവൻ ആ മഹാവേദന സഹിച്ച ആ കിടങ്ങിൽ തണുത്ത് വിറച്ച് കിടന്നത് കുർബാനയാവാനാണ്. പീലാത്തോസിന്റെ അരമനപ്പുറത്തൂറിയത്തിൽ നാണം കെട്ടവനെ പോലെ നിന്നത് കുർബാനയാവാനാണ്. ചാട്ടവാറടിയേറ്റത് കാരിനും പാണികളും ഈയക്കട്ടകളും എല്ലിൻ കഷണങ്ങളും ചേർത്തുണ്ടാക്കിയ മാരകായുധത്തിന്റെ പേരായിരുന്നു ചാട്ട. ആ ചാട്ട കൊണ്ട് 33കാരന്റെ ശരീരത്തിലേക്ക് കായിക ശക്തിയുള്ള കാരിരുമ്പിന്റെ കരുത്തുള്ള കഠോര ഹൃദയനായ പട്ടാളക്കാര് മാറി മാറി ആഞ്ഞടിക്കുമ്പോ അടിച്ചവന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിക്കുന്ന ചാട്ട തിരികെ വലിക്കുമ്പോൾ മാംസത്തുണ്ടുകൾ പറഞ്ഞു പോരുന്ന മഹാമാരക മരണവേദന അനുഭവിച്ചത് കുർബാനയാവാനാണ്. ചാട്ടവാറുകൊണ്ട് അവനെ ആഞ്ഞടിച്ച് അവന്റെ ശരീരം മുഴുവൻ തല്ലിത്തകർത്ത് ഇഞ്ചോടിഞ്ച്
നുറുങ്ങി നോവുന്ന മാരക മഹാവേദനയിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് ഒടുവില് വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ആ മഹാവേദനകൾക്ക് നടുവിലൂടെ രക്തം ചിന്തി അവൻ നീങ്ങിയത് കുർബാനയാവാനാണ്. പിറ്റേ ദിവസം രാവിലെ അവനെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കാൽവരിയുടെ നെറുകയിലേക്ക് കുരിശും അവന്റെ തോളിൽ വെച്ച് കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ ചരിത്രകാരന്മാരായ ജോസേഫുസും ഒക്ടേവിയനും ഒക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ കാണുന്ന കുരിശിന്റെ വഴികളിലെ ചിത്രങ്ങളിൽ പോലെയല്ല കാര്യങ്ങളും നിറവേറിയതെന്ന്. കുരിശിന്റെ നെടുകയുള്ള ഭാഗം നേരത്തെ തന്നെ മലയുടെ മുകളിൽ നാട്ടിയിരുന്നു. കുറുകെയുള്ള ഭാഗം കുറ്റവാളിയുടെ പിൻകഴുത്തിലേക്ക് ചേർത്ത് വെച്ച് കൈകൾ വിരിച്ചു വെച്ച് കുരിശാകൃതിയിൽ കെട്ടി അങ്ങനെയാണ് അവനെ കുരിശുമരത്തിലേക്ക് നയിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥനയും നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ 3 തവണ വീണു എന്ന്. 3 എന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന, ചുരുക്കി തന്ന സംഖ്യയാണ്. 3 ആയാലും 30 ആയാലും 300 ആയാലും വീഴുന്നവൻ വീഴുന്നത് മുഖമിടിച്ചാണ്. അങ്ങനെ മുഖമിടിച്ച് നിലത്ത് വീഴുമ്പോ, സിയോന്റെ കൽവഴികളിൽ അവന്റെ മുഖമിടിച്ച് തകരുമ്പോ ആ മഹാവേദന സഹിച്ചത് കുർബാനയാവാനാണ്. കാൽവരിയിലേക്കുള്ള കൊലക്കളത്തിലേക്കുള്ള യാത്രക്കിടയിൽ മകന്റെ ചോര വീണ് ഉറഞ്ഞ മണ്ണിൽ ഒരമ്മയുടെ കണ്ണീര് വീണുടഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. ചാട്ടവാറ് കൊണ്ട് തല്ലി തകർത്ത ശരീരത്തിലേക്ക് വീണ്ടും വസ്ത്രം ധരിച്ചിട്ട് കാൽവരിയുടെ നെറുകയിലെത്തി കഴിയുമ്പോൾ ആ വസ്ത്രം വീണ്ടും വലിച്ചു പറിച്ചെടുക്കുമ്പോൾ മാംസവും രക്തവും ഒരുമിച്ച് പറഞ്ഞു പോരുന്ന വേദന സഹിച്ചതും കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ വിലാവിൽ കുത്തി, അവനെ പരിഹാസ രാജാവാക്കി, തലയിൽ മുൾക്കിരീടം ആഴ്ത്തിയിറക്കി. ഒരു പുരുഷായുസിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള മഹാവേദനയുടെ ആധിക്യത്തിന്റെ നടുവിൽ ഒരു മനുഷ്യനെല്ലാം പഞ്ചപുച്ഛമടക്കി മൗനമായി, നിശബ്ദനായി, നിസ്സഹായനായി നിന്ന് സഹിച്ചത് കുർബാനയാവാനാണ്. ഒടുവില് നിർണായകമായ കഴുമരത്തിന്റെ മുകളിൽ അവനെ കിടത്തിയിട്ട് കൈകാലുകൾ വലിച്ചു നീട്ടിയിട്ട് 4-5 ഇഞ്ച് നീളമുള്ള കാരിരുമ്പിന്റെ ആണി കരുത്തുറ്റ പടയാളി അവന്റെ കൈത്തണ്ടയിലും കണങ്കാലുകളിലേക്കും ആഞ്ഞടിച്ചിറക്കുമ്പോ ആ മഹാവേദന സഹിച്ചതും കുർബാനയാവാനാണ്. കുരിശിൽ കിടന്നുകൊണ്ട് നിർണായകമായൊരു നിലവിളി ദിഗന്ധങ്ങളെ ഭേദിച്ച ചക്രവാളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കുരിശിൽ നിന്ന് ഉയർന്നു. ഏലി ഏലി ലമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ കൈവിട്ടതെന്ന് ഭൂമിയിൽ ഏത് പാപിയും നിലവിളിക്കുന്ന നിലവിളി കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ദുഃഖം പോലെ പേമാരി പെയ്തിറങ്ങിയ ഒരു സന്ധിയിൽ കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ മകന്റെ വാടിയ ചേമ്പിൻ തണ്ട് പോലെ തളർന്നു കിടക്കുന്ന മൃതദേഹത്തെ മടിയിൽ കിടത്തി ഒരമ്മ വാവിട്ട് കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. ഒടുവിൽ കടം വാങ്ങിയ കല്ലറയിൽ അടക്കം വരെ, കാലിത്തൊഴുത്ത് മുതൽ ആ കല്ലിടാവ് വരെ, ആ കല്ലറ വരെ ഭയാനകമായ മരണവേദന സഹിച്ച് ഈശോ തന്ന ഈ സമ്മാനം തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ ഈശോ മറ്റൊന്നിനും വേണ്ടി സഹിച്ചിട്ടില്ല. സമ്മാനത്തിന്റെ വില, സമ്മാനം തരാൻ ഒരാളെടുത്ത വേദനയുടെ വിലയാണ്. സോ അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനദാതാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈശോ ഇത്രയും മരണകരമായ ഭയാനകമായ വേദന സഹിച്ച് നമുക്ക് തന്ന അമൂല്യമായ ഈ സമ്മാനത്തെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്, നിർദാക്ഷിണ്യം അവഗണനയോടെ തള്ളി മാറ്റുന്നത്, ആട്ടിയകറ്റുന്നത്, തള്ളി മാറ്റുന്നത്, എന്റെ പ്രിയജനമേ, ഇത് മരണകരമായ മാരകപാപമാണ്. ഇത് മരണത്തിന് അർഹമായ മാരകപാപമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ, അമ്മ ത്രേസ്യ സ്നേഹം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്നൊരവസ്ഥയിൽ ഈശോയോട് ചോദിച്ചു, ഈശോ എനിക്ക് സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടുന്നു, ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത്? ഈശോ പറഞ്ഞു, പോയി ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈശോയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈശോയെ ജീവന് തുല്യം വിലമതിക്കുന്നെങ്കിൽ, നിങ്ങൾ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരായി മാറുക.